നമ്മുടെ ലൈറ്റ് വഴി പഴയങ്ങാടി പാലത്തിന് സമീപം ലൈറ്റിൽ നിന്ന് കറങ്ങി ട്രെയിനിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചത്. ബാക്കി എല്ലായിടത്തും ഡിവൈഡർ വെക്കും. നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു വ്യാപാര സ്ഥാപനം പ്രധാനപ്പെട്ട ഹോട്ടലുണ്ട്. ആ ഹോട്ടലിനോട് നമ്മൾ അവരോടുള്ള എൻട്രൻസും എക്സിറ്റും ഒന്ന് പരിഗണിക്കണം. അത് പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്ക് പ്രത്യേകമായ കത്ത് അവർക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചു. അതോടൊപ്പം റോഡ് സൈഡിലുള്ള അനധികൃതമായ പാർക്കിംഗ് മുഴുവൻ മാറ്റാനും ഇന്നു മുതൽ ഫൈൻ അടിക്കാനും. ഞാൻ നേരത്തെ എസ് ഐയുമായി ബന്ധപ്പെട്ടപ്പോൾ എസ് ഐ പറഞ്ഞത് 40-നടുത്ത് വാഹനങ്ങൾക്ക് ഇപ്പോൾ ഫൈൻ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഫൈൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു വരുന്നതേ ഉണ്ടാവും. ഫൈൻ കിട്ടിയത് ആരൊക്കെയാണെന്നുള്ളത് അറിഞ്ഞു വരുന്നതേ ഉണ്ടാവും. ഏതായാലും ഫൈൻ അടിക്കാൻ ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. നമ്മൾ തീരുമാനിച്ച ട്രാഫിക് കമ്മിറ്റി എല്ലാവരും ചേർന്നുകൊണ്ടാണ് നമ്മൾ ഇത് എരിപുരം മുതൽ നമ്മൾ താഴേക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് നമ്മളിപ്പോൾ വെക്കുന്നത്. നമ്മൾ പെർമനൻ്റായ സെക്ടറിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇപ്പോൾ താൽക്കാലികമായി കോണും ചെറിയ ഡിവൈഡറും വെച്ചുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ റോപ്പ് കൊണ്ട് നമ്മൾ ഡിവൈഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അത് പിന്നീട് അത് പൂർണ്ണമായി അത് വിജയിക്കുകയാണ്. 1 മാസം നമ്മൾ പരീക്ഷിക്കും. ആ പരീക്ഷണം പൂർണ്ണമായും വിജയകരമാണെങ്കിൽ നമുക്കത് ഭാവിയിൽ പെർമനൻ്റായി തന്നെ ആ സംവിധാനത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിനിടയിലുള്ള ചില ചെറുകിട കച്ചവടക്കാരുണ്ട്. അവരുടെ ആശങ്കയുണ്ട്. പക്ഷെ അവർക്ക് ഒരു പ്രത്യേക സ്ഥലം അനുവദിച്ച് കൊടുക്കാം. കാരണം ഇവിടെ നിന്ന് ഒഴിവാക്കി അവർക്കൊരു സ്ഥലം അവരെ പൂർണ്ണമായും തള്ളുകയല്ല. അപ്പോൾ അവർക്ക് കൂടി അവരുടെ ഉപജീവന മാർഗത്തെ തടസ്സപ്പെടുന്ന രീതിയിൽ നമ്മുടെ ട്രാഫിക്കിന് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ഒരു പുതിയ സ്ഥലം അവർക്ക് നിശ്ചയിച്ചു കൊടുക്കാം എന്നാണ് നിലവിൽ പറഞ്ഞത്. അതുകൊണ്ട് പരമാവധി ആളുകളുടെ ആശങ്കയെ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഗതാഗത പരിഷ്കരണം നടത്തുന്നത്. എങ്കിലും ഒരു പുതിയ രീതി വരുമ്പോൾ ഉണ്ടാകുന്ന ചില തരത്തിലുള്ള പ്രയാസങ്ങളും മറ്റും വരും. ഏതായാലും പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. പഴയങ്ങാടിയുടെ ഗതാഗതക്കുറിച്ചിന് ശാശ്വതമായ ഒരു പരിഹാരത്തിനുള്ള നിലവിൽ നമ്മൾ ആലോചിച്ച പദ്ധതി പ്രകാരമുള്ള ഒരു പരീക്ഷണം ആരംഭിക്കുക. അപ്പോൾ അത് ചില മാറ്റങ്ങളൊക്കെ എന്ത് തന്നെയാലും വരുത്തേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ സൈഡ് വരുമ്പോഴാണ് ചില ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് ചില മാറ്റങ്ങൾ വരുത്തി ഏതാണോ ഏറ്റവും സക്സസ് ആവുന്ന മാതൃക ആ മാതൃകയിലേക്ക് മാറ്റി ഗതാഗത പരിഷ്കരണം എന്നതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഓക്കെ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. എല്ലാവരും ഒന്ന് കാണാൻ നിൽക്കുന്നത് ബിജിൽ സാറേ ഒരു ഫോട്ടോ എടുത്തോട്ടെ. ആ വണ്ടിയിലിട്ടല്ല അടുത്ത് വേണം. ഇത്ര അടുത്ത് വേണ്ട, കുറച്ച് വിടാം.